നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ കൂറ്റൻ മൺസൂൺ മേഘങ്ങൾ രൂപപ്പെട്ടതോടെ രാജ്യം വീണ്ടും ഒരു തീവ്ര മഴക്കാലത്തിന് സാക്ഷ്യം വഹിക്കുമോ എന്ന ചർച്ച ശക്തമാക്കുന്നു. സമുദ്രോപരിതലത്തിൽ അതിശക്തമായ മേഘാവൃത സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ ന്യൂനമർദ്ദ രൂപീകരണം ഇതുവരെ സംഭവിക്കാത്തതും ആശയക്കുഴപ്പത്തിന് വഴിവെച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ വൻതോതിൽ ഈർപ്പ സാന്നിധ്യമുണ്ടെങ്കിലും മഴയായി പെയ്തിറങ്ങാനുള്ള ട്രിഗർ അഥവാ ചാലക ശക്തി ഇപ്പോഴും ലഭ്യമല്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യൻ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൽ നിന്നുള്ള തെർമൽ ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ പ്രകാരം സമുദ്രത്തിന് മുകളിൽ അസാധാരണമായ വിധത്തിലാണ് മേഘനിരകൾ കാണുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്തും മധ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിലും പരന്നു കിടക്കുന്ന ഈ വൻ മേഘപടലങ്ങളുടെ മുകൾ ഭാഗം 15 മുതൽ 16 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് എത്തി നിൽക്കുന്നത്. അങ്ങേയറ്റം തണുത്തുറഞ്ഞ ഈ മേഘങ്ങൾ സമുദ്രത്തിന് മുകളിൽ അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് സാധ്യതകളെയാണ് കാണിക്കുന്നത്. സാധാരണഗതിയിൽ സമുദ്രത്തിൽ ഇത്തരത്തിൽ ശക്തമായ മേഘരൂപീകരണം ഉണ്ടാകുമ്പോൾ അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന്റെ വ്യക്തമായ ലക്ഷണമാണ്. എന്നാൽ നിലവിൽ ഈ മേഘക്കെട്ടുകൾ ഇന്ത്യൻ ഉപദ്വീപിന് തെക്കായി കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. സാധാരണയായി മഴ നൽകുന്ന പ്രതിഭാസങ്ങളുടെ പ്രധാന കേന്ദ്രമായ ബംഗാൾ ഉൾക്കടലിൽ പുതിയ അധ്യായം എന്നോണം സംഘടിതമായ ന്യൂനമർദ്ദം പ്രദേശങ്ങൾ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല എന്നതാണ് നിലവിലെ സ്ഥിതിഗതികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പ്രത്യക്ഷത്തിൽ ശക്തമായ ചുഴലിക്കാറ്റിന്റെ അഭാവമുണ്ടെങ്കിലും നിലവിൽ രാജ്യത്തിന്റെ മധ്യ കിഴക്കൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ പൂർണ്ണമായും നിലച്ചിട്ടില്ല. അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന പ്രാദേശിക ചുഴലികളും സജീവമായ മൺസൂൺ പാത്തിയുമാണ് നിലവിൽ മഴ നിലനിർത്തുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നതനുസരിച്ച് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മേഘക്കൂട്ടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് പലയിടങ്ങളിലും വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. എന്നാൽ ഒരു പ്രധാന മൺസൂൺ സമയത്ത് ഉണ്ടാകാറുള്ളതുപോലെ രാജ്യത്തുടനീളം നീണ്ടു നിൽക്കുന്ന പെരുമഴയ്ക്ക് കാരണമാകുന്ന ഒരു വലിയ ചുഴലി പ്രവാഹം ബംഗാൾ ഉൾക്കടലിൽ ഉയർന്നു വന്നിട്ടില്ല. കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ നിലവിൽ അവസ്ഥയെ ലോഡഡ് അറ്റ്മോസ്ഫിയർ അഥവാ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായ അന്തരീക്ഷം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് വൻതോതിലുള്ള ഈർപ്പം അന്തരീക്ഷത്തിൽ ലഭ്യമാണ്. എന്നാൽ അതിനെ ഘടനാപരമായ ഒരു മൺസൂൺ തീവ്ര ന്യൂനമർദ്ദമാക്കി മാറ്റാൻ തക്കതായ ഒരു ഉൾപ്രേരകം മാത്രമാണ് കുറവ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലെ കൂറ്റൻ മേഘാവരണം ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു നല്ല ലക്ഷണമായാണ് കണക്കാക്കുന്നത്. ഭൂമധ്യരേഖ കടന്നുള്ള കാറ്റിന്റെ ഗതി സജീവമാണെന്നും അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് വേണ്ടത്ര ഈർപ്പം എത്തിക്കുന്നുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നു. ഈ മേഘാവരണം വരും ദിവസങ്ങളിൽ ക്രമേണ വടക്കോട്ട് നീങ്ങുകയാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്കുള്ള ഈർപ്പ പ്രവാഹം വർദ്ധിക്കുകയും പുതിയ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്യും. അതേസമയം പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ വീശിയടിക്കുന്ന ഡോൾഫിൻ എന്ന അതിശക്തമായ സൂപ്പർ ചുഴലിക്കാറ്റും കാലാവസ്ഥാ വിദഗ്ധർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. പസഫിക്കിൽ ഇത്തരം വലിയ ചുഴലിക്കാറ്റുകൾ വൻതോതിലുള്ള അന്തരീക്ഷ സഞ്ചാരത്തെ താൽക്കാലികമായി മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്. ഇത് ബംഗാൾ ഉൾക്കടലിലെ മേഘരൂപീകരണത്തെ അടിച്ചമർത്തുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ധാരാളം ഈർപ്പമുണ്ടെങ്കിൽ പോലും മൺസൂൺ ന്യൂനമർദ്ദങ്ങളുടെ രൂപീകരണം വൈകിപ്പിക്കുകയും ചെയ്തേക്കാം. നിലവിലെ പ്രവചനങ്ങൾ അനുസരിച്ച് മധ്യ കിഴക്കൻ ഇന്ത്യയിൽ നിലവിലുള്ള രീതിയിൽ മൺസൂൺ മഴ തുടരാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ വ്യക്തമായൊരു ന്യൂനമർദ്ദ സംവിധാനം ഉണ്ടാകുന്നതുവരെ രാജ്യവ്യാപകമായതും അതിശക്തവുമായ മഴക്കാലത്തിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യയിലെ മൺസൂൺ സംവിധാനത്തിന്റെ വേഗം നിർണ്ണയിക്കപ്പെടുക. സമുദ്രത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ഈ വൻ ഈർപ്പശേഖരം ഒരു ന്യൂനമർദ്ദമായി മാറുകയാണെങ്കിൽ അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ അതിശക്തമായ അടുത്ത ഘട്ടത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. അസമിലെ പ്രളയത്തിൽ മരണസംഖ്യ 97 ഉത്തരാഖണ്ഡിൽ അളകനന്ദ, മന്ദാകിനി നദികൾ കരകവിഞ്ഞൊഴുകുന്നതിനാൽ വളരെ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രളയത്തെ തുടർന്ന് കേദാർനാഥ് യാത്ര തടസ്സപ്പെട്ടു. അതേസമയം ദില്ലിയിൽ ഇന്നും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിനുടെ അസമിൽ 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 97. ബ്രഹ്മപുത്രയും പോഷക നദികളും കരകവിഞ്ഞൊഴുകിയതോടെ 10 ലക്ഷത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലുമായി കഴിയുന്നു. നിരവധി ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും പൂർണ്ണമായും ഒറ്റപ്പെട്ടു. സിക്കിം, മേഘാലയ, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിലും കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായി. ഉത്തരാഖണ്ഡിൽ മലയോര മേഖലകളിൽ നദികൾ കരകവിഞ്ഞൊഴുകി. രുദ്രപ്രയാഗിൽ അളക
അലകനന്ദ, മന്ദാകിനി നദികൾ അപകട നിലയ്ക്കും മുകളിലാണ് ഒഴുകുന്നത്. നദീതീരത്തെ ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലായി. തിൽവാരയ്ക്ക് സമീപമുണ്ടായ ശക്തമായ മണ്ണിടിച്ചിലിൽ കേദാർനാഥ് ഹൈവേയിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. തീർത്ഥാടകരും പ്രദേശവാസികളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി. സാഹചര്യം നേരിടാൻ കൺട്രോൾ റൂമുകളും ദുരന്ത നിവാരണ സേനയും സജ്ജമാണെന്നും അധികൃതർ അറിയിച്ചു. ദില്ലി, നോയിഡ, ഫരീദാബാദ് മേഖലകളിലും ഇന്നും കനത്ത മഴ തുടരുകയാണ്. വടക്കൻ ദില്ലിയിലെ ജഗത്പൂരിൽ റോഡിലെ വെള്ളക്കെട്ടിലൂടെ നടന്നുപോയ 3 സ്കൂൾ വിദ്യാർത്ഥികൾ ഓടയിൽ വീണു. നാട്ടുകാർ പെട്ടെന്ന് ഇടപെട്ട് രക്ഷപ്പെടുത്തി. ബിജുസനിൽ കഴിഞ്ഞ ദിവസം ഓടയിൽ വീണ് കാണാതായ ആൾക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, പശ്ചിമ ബംഗാൾ, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ എന്നിവിടങ്ങളിലും കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി.